എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി വി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഈ ആഴ്ച നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് തിങ്കളാഴ്ച ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. അതിനുശേഷം ബെറ്റർ സെൻറ്റിമെൻറ്റ് പ്രിവെയിൽ ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. അതോടൊപ്പം തന്നെ വൊളാറ്റിലിറ്റിയും കണ്ടേക്കാം. കഴിഞ്ഞ ആഴ്ചയിലെ ഗ്ലോബലി സ്റ്റോക്ക് മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റുകളെല്ലാം തന്നെ റിക്കവറി മോഡിലാണ്. ടെക്നോളജി സ്റ്റോക്കുകളിൽ ആന്ത്രോപ്പിക്കായി കോവർ ടൂളിൻ്റെ ഒരു ഇമ്പാക്റ്റിന് ശേഷം ചെറിയ റിക്കവറിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതേസമയം ഹാർഡ്വെയർ സ്റ്റോക്കുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു നല്ല പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം വീണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സാംസങ് ഇലക്ട്രോണിക്സും SK ഹൈനിക്സ് ഈ രണ്ട് കമ്പനികൾ സൗത്ത് കൊറിയയിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം സൗത്ത് കൊറിയൻ ഇൻഡെക്സ് കോസ്പിയും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്പിൽ നോക്കുകയാണെങ്കിൽ UK FTSE 100 പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫ്രാൻസ്, ജർമ്മൻ ഇൻഡെക്സുകളും ബെറ്റർ ആയിട്ടാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ഇൻഡെക്സുകളും ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം നമ്മൾ കമ്മോഡിറ്റി സെഗ്മെൻറ്റിലത്തെ കാര്യം നോക്കുകയാണെങ്കിൽ കമ്മോഡിറ്റികളിൽ പൊതുവെ ഒരു സ്ലഗ്ഗിഷ് സെൻറ്റിമെൻ്റ് ആയിരുന്നു വെള്ളിയാഴ്ച വരെ. പക്ഷേ വെള്ളിയാഴ്ച ക്ലോസിങ്ങോട് കൂടിയിട്ട് കമ്മോഡിറ്റികളിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം കണ്ടിട്ടുണ്ട്. സ്പോട്ട് ഗോൾഡ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് $5107.13 പെർ ഔൺസിനാണ്. പ്രീവിയസ് വീക്കിലത് $5041 പെർ ഔൺസ് ആയിരുന്നു. അതേസമയം സിൽവർ കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് $84.55 പെർ ഔൺസ് ആണ്. പ്രീവിയസ് വീക്കിലത് $77.32 ആയിരുന്നു. അതോടൊപ്പം തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിൽ പ്രീവിയസ് വീക്കിൽ $67.72 ആയിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് $71.76 പെർ ബാരലിനാണ്. അപ്പോൾ ഈ മൂന്ന് കമ്മോഡിറ്റികളാണ് കഴിഞ്ഞ ആഴ്ചയിലെ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് കമ്മോഡിറ്റികളും വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സിൽവറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വൊളാറ്റിലിറ്റിയാണ് നമ്മൾ വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതേസമയം ഈ ആഴ്ചയാണ് കോമക്സ് ഫ്യൂച്ചേഴ്സ് എക്സ്പയറി വരുന്നത് ഫെബ്രുവരി 25-ന്. ഈ എക്സ്പയറിയിൽ ഡിമാൻഡ് അതായത് ഡെലിവറി ഡിമാൻഡുള്ള ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിൽ ഡെലിവറി മീറ്റ് ചെയ്യാതിരിക്കുക ആണെങ്കിൽ തീർച്ചയായിട്ടും സിൽവർ പ്രൈസിൽ വീണ്ടും ഒരു മുന്നേറ്റം കണ്ടേക്കാം. അതോടൊപ്പം തന്നെ ചൈനയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് സൂചിപ്പിക്കുന്നത് ചൈനയിൽ ഇൻവെൻട്രി വളരെ കുറവാണ് സിൽവറിലെ. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ബയാസ് സിൽവറിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം നമുക്ക് വൊളാറ്റിലിറ്റിയും എക്സ്പെക്റ്റ് ചെയ്യാം. ഒപ്പം നമ്മൾ ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവ് റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ മെയ് ജൂണോട് കൂടിയിട്ട് ഗോൾഡ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈറ്റ് എന്നുള്ള എക്സ്പെക്റ്റേഷനാണുള്ളത്. ഒപ്പം വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ ഡാറ്റ പ്രകാരം ഗോൾഡ് ETFകളിൽ അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കുകളുടെ ബൈയിങ് ഒക്കെ വീണ്ടും കൂടുന്നു എന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഫാക്ടേഴ്സും ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇറാനും US തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷ സാധ്യത തന്നെയാണ് ബ്രന്റ് ക്രൂഡ് ഓയിലിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിന് കാരണമാക്കിയിട്ടുള്ളത്. വീണ്ടും ട്രംപ് ഇറാന് 15 ദിവസം കൂടി ഗ്രേസ് പീരീഡ് നൽകിയിട്ടുണ്ട്. ഇറാൻ ന്യൂക്ലിയർ ഡീലിൽ സൈൻ ചെയ്യുന്നില്ലെങ്കിൽ ഇറാൻ ആക്രമിക്കുമെന്ന തരത്തിലുള്ള ഒരു ത്രെട്ടനിങ് മെഷറും കൂടി ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ട്രംപ് അത്തരത്തിലുള്ള ആക്രമണത്തിനൊന്നും മുതിരില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ബ്രന്റ് ക്രൂഡ് ഓയിലിൽ മൈനർ വീക്ക്നെസ് കാണാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ച് മേജറായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസ് വന്നിരിക്കുന്നത് US സുപ്രീം കോടതി ട്രംപിൻ്റെ താരിഫ് ഇമ്പോസിഷനൊക്കെ ഇൻവാലിഡ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ട്രംപിന് ഇത്തരത്തിൽ റെസിപ്രോക്കൽ താരിഫ് അനൗൺസ് ചെയ്യാനുള്ള അധികാരമില്ല എന്നാണ് US സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കമോഡിറ്റി മാർക്കറ്റിൽ വെള്ളിയാഴ്ച കണ്ടിരുന്നു. അമേരിക്കൻ മാർക്കറ്റിലും സ്ലൈറ്റ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതേസമയം ഏഷ്യൻ മാർക്കറ്റുകളിലൊക്കെ ഇതിൻ്റെ ഇമ്പാക്റ്റ് കാണാൻ പോകുന്നത് തിങ്കളാഴ്ച നാളെ മുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ബെറ്റർ ഓപ്പണിങ്ങും ബെറ്റർ സെൻറ്റിമെൻ്റാണ്. ഈ വിധി വന്നതിന് ശേഷം ട്രംപിൻ്റെ എല്ലാ താരിഫ് അനൗൺസ്മെൻറ്റുകളും ഇൻവാലിഡ് ആയിരിക്കുകയാണ്. ഈ വിധിക്ക് ശേഷം ട്രംപ് വീണ്ടും അഡീഷണൽ ആയിട്ട് 10% ഗ്ലോബൽ താരിഫ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ താരിഫ് ശനിയാഴ്ച ഇന്നലെ വീണ്ടും അദ്ദേഹം ഇൻക്രീസ് ചെയ്ത് 15% ആക്കാന്നുള്ളൊരു അനൗൺസ്മെൻറ്റും കൂടി നടത്തിയിട്ടുണ്ട്. അമേരിക്കയിൽ 1974 ട്രേഡ് ആക്ട് സെക്ഷൻ 122 പ്രകാരം 150 ദിവസത്തേക്ക് പ്രസിഡന്റ്
പ്രസിഡന്റിന് താരിഫ് ഇമ്പോസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഈ അധികാരം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ആദ്യം 10 അനൗൺസ് ചെയ്തു, വീണ്ടും അത് 15 ആക്കി ഉയർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നാളെ ഉള്ള മാർക്കറ്റിൽ ഒരു വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തു. ഒരു പക്ഷേ അത്ര വലിയൊരു ഇൻറ്റൻസിറ്റി കാണുന്നില്ല. അതോടൊപ്പം തന്നെ വൊളാറ്റിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. കാരണം ട്രംപ് പലതരത്തിലുള്ള കുതന്ത്രങ്ങളും വേണമെങ്കിൽ വീണ്ടും ഒപ്പിച്ചേക്കാം, വീണ്ടും പലതരത്തിലുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെ നടത്തിയേക്കാം. അതുകൊണ്ട് തന്നെ ഒരു കോഷൻ അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. നല്ല പ്രോഫിറ്റിലിരിക്കുന്ന പൊസിഷൻസൊക്കെ അറ്റ് എവരി റൈസിൽ പ്രോഫിറ്റ് അറ്റ്ലീസ്റ്റ് 50% എങ്കിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നൊരു ഡിസിഷൻ എടുക്കുന്നത് നന്നായിരിക്കും. ഇനി നമ്മളെ സംബന്ധിച്ച് മറ്റു ന്യൂസ് ഫ്ലോസ് പൊതുവെ നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ മാർക്കറ്റിൽ NSE ഒക്കെ വളരെയധികം കോഷനോട് കൂടിയാണ് പല മെഷേഴ്സും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ മാർജിൻ അനൗൺസ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഡുവൽ മാർജിൻ സെറ്റപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിൽ. ടോപ്പ് 10 ക്ലയൻറ്റുകൾ കളക്റ്റീവായിട്ട് ഒരു സ്റ്റോക്കിൽ 20%-ലധികം മാർക്കറ്റ് വൈഡ് പൊസിഷൻ ലിമിറ്റിനേക്കാൾ കൂടുതൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഹയർ മാർജിൻ അട്രാക്ട് ചെയ്യും എന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അനൗൺസ്മെന്റിന് ശേഷം 18 സ്റ്റോക്കുകളിലാണ് അഡീഷണൽ മാർജിൻ വരാൻ പോകുന്നത്. അഡീഷണൽ മാർജിൻ വരുന്ന സ്റ്റോക്കുകൾ വോഡാഫോൺ ഐഡിയ, DLF, RBL, ബന്ധൻ ബാങ്ക്, സെയിൽ, ഓരബിന്ദോ ഫാർമ, ഗ്ലെൻമാർക്ക് ഫാർമ, NMDC, മണപ്പുറം ഫൈനാൻസ്, AB ക്യാപിറ്റൽ, കണ്ടെയ്നർ കോർപ്പറേഷൻ, CG കൺസ്യൂമർ, JSW എനർജി, LIC ഹൗസിംഗ്, NBCC, പതഞ്ജലി ഫുഡ്സ്, സമ്മാൻ ക്യാപിറ്റൽ, ഇൻഡസ് ടവേഴ്സ്. ഈ 18 സ്റ്റോക്കുകളിലാണ് അഡീഷണൽ മാർജിൻ ഇമ്പോസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ സ്റ്റോക്കുകളുള്ള ഷോർട്ട് പൊസിഷൻസും അതുപോലെ തന്നെ ലോങ് പൊസിഷനിലൊക്കെ മൈനർ ലിക്വിഡേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതിനനുസരിച്ചുള്ള മൂവ്മെന്റ്സ് പല സ്റ്റോക്കുകളിലും കാണാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 16-ാം തീയതി മുതൽ 20-ാം തീയതി വരെ ഇന്ത്യയിലെ AI ഇമ്പാക്റ്റ് സമ്മിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ സമ്മിറ്റിന് ശേഷം ധാരാളം പോസിറ്റീവ് റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇൻഫോസിസും ആന്ത്രോപ്പിക്കും തമ്മിലൊരു അലയൻസിൽ എത്തിയിട്ടുണ്ട്. ആന്ത്രോപ്പിക്കിന്റെ AI ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്റർപ്രൈസസ് ഏജന്റിക് AIകൾ ഉണ്ടാക്കുന്ന ഒരു ഡീലിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇൻഫോസിസിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാരണം AI റിലേറ്റഡ് ടൂളുകളാണ്. അതേസമയം ധാരാളം ജോബ് ലോസസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇതൊന്നും തന്നെ ആന്ത്രോപ്പിക് AI തള്ളിക്കളഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ സാം ആൾട്ട്മാൻ പറഞ്ഞിരിക്കുന്നത് വീണ്ടും വലിയ രീതിയിലുള്ള ജോബ് ലോസസ് ഉണ്ടായിരിക്കും, പുതിയ ജോബ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ആന്ത്രോപ്പിക്കായി വീണ്ടും ഒരു ഡിസ്റപ്ഷൻ നടത്തിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച വീണ്ടും പുതിയ ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട്. ക്ലോഡ് AI ടൂളിനോടൊപ്പം സൈബർ സെക്യൂരിറ്റി ടൂളും കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും വളരെയധികം നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് സൈബർ സെക്യൂരിറ്റി സ്റ്റോക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ച അറൗണ്ട് 12% പല സ്റ്റോക്കുകളും താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സൈബർ സെക്യൂരിറ്റി സ്റ്റോക്കുകൾ ബേസ് ചെയ്തിട്ടുള്ള ETF 4.9% കഴിഞ്ഞ വെള്ളിയാഴ്ച ഫാൾ ചെയ്തിരിക്കുന്നത്. 2023 നവംബറിന് ശേഷമുള്ള ബിഗ്ഗസ്റ്റ് ഫാളാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സൈബർ സെക്യൂരിറ്റി സ്റ്റോക്കുകളിലും വലിയ രീതിയിലുള്ള ഡിസ്റപ്ഷൻ AI കൊണ്ടുവരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്റപ്ഷൻസ് വീണ്ടും പല AI ടൂളുകൾ ഉണ്ടാക്കുന്ന കമ്പനികളും കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. അതിനനുസരിച്ച് അതാത് സ്റ്റോക്കുകളിലൊക്കെ അതാത് സെക്ടറിലൊക്കെ അതിൻ്റെതായ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മളെ സംബന്ധിച്ച് എക്കണോമി ഡാറ്റ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് 725.72 ബില്യൺ US$ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. റെക്കോർഡ് ഹൈയാണ്. ഫെബ്രുവരി 13 അവസാനിച്ച ആഴ്ചയിൽ ഇതാണ് ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് പൊസിഷൻ കാണുന്നത്. തീർച്ചയായിട്ടും എക്കണോമിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ്. നൊവാർട്ടിസ്, അവരുടെ പാരന്റ് കമ്പനി നൊവാർട്ടിസ് ഇന്ത്യയിൽ നിന്ന് എക്സിറ്റ് അടിച്ചിരിക്കുകയാണ്. ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഗ്രൂപ്പാണ് ഈ മെജോറിറ്റി സ്റ്റേക്ക് 70.68% പാരന്റ് കമ്പനിയിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത്. ഓപ്പൺ ഓഫറും വരുന്നുണ്ട്. 860 രൂപ 64 പൈസ വെച്ചിട്ടാണ് ഓപ്പൺ ഓഫർ വരുന്നത്. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ
മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയും ബ്രസീലും തമ്മിലൊരു ട്രേഡ് ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. ക്രിട്ടിക്കൽ മിനറൽസ് റിസർവുള്ള ലോകത്തിലത്തെ രണ്ടാമത്തെ വലിയ റിസർവുള്ള രാജ്യം തന്നെയാണ് ബ്രസീൽ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മെറ്റൽസ് ആൻഡ് മൈനിങ് സെക്ടറിലെ സ്റ്റോക്കുകളെ സംബന്ധിച്ച്, ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ടാക്കുന്ന സ്റ്റോക്കുകളെ സംബന്ധിച്ച്, അതോടൊപ്പം തന്നെ ബയോ ഫ്യൂവൽസ് ഉണ്ടാക്കുന്ന സ്റ്റോക്കുകൾ, ഫാർമസ്യൂട്ടിക്കൽസ്, ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ അഡാനി ഡിഫൻസ് ആയിട്ട് ബ്രസീലിലെ എംബ്രയർ എയർലൈൻ കമ്പനി ഒരു ടൈപ്പിൽ എത്തിയിട്ടുണ്ട്, അലയൻസ് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഡൊമസ്റ്റിക് ആയിട്ട് ഫ്ലൈറ്റുകൾ, എംബ്രയർ ഫ്ലൈറ്റുകൾ നിർമ്മിക്കാനാണ്. ഇത് തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. അപ്പോൾ ഇന്ത്യ ബ്രസീൽ ട്രേഡ് ഡീലും വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇന്ത്യൻ മാർക്കറ്റിനും ഇന്ത്യൻ എക്കണോമിക്കൊക്കെ നൽകാൻ പോകുന്നത്. കാരണം ക്രിട്ടിക്കൽ മിനറൽസ് ഒരു വെപ്പണായിട്ടാണ് ചൈന യൂസ് ചെയ്യുന്നത്. അതിന് തടയിടാൻ വേണ്ടി തന്നെയാണ് ഇന്ത്യ ബ്രസീലായിട്ടുള്ളൊരു ഡീല് സൈൻ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഡീലുകൾ പലതും മുമ്പ് സൈൻ ചെയ്തിട്ടുണ്ട്. ട്രംപിൻ്റെ താരിഫ് ഇമ്പാക്റ്റിൽ നിന്ന് രക്ഷപ്പെടുന്നുള്ള പല ഡീലുകളും ഇന്ത്യ സൈൻ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഡബിൾ ഇമ്പാക്റ്റ് ആയിട്ട് വരാൻ പോവുകയാണ്. കാരണം ട്രംപിൻ്റെ താരിഫ് ഇൻവാലിഡ് ആയിട്ട് സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതേസമയം നാളെ ഒരു പക്ഷേ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് സ്റ്റോക്കുകളൊക്കെ ഇന്ത്യയിലും താഴെ പോകാനുള്ള സാധ്യതകളുണ്ട്. ആന്ത്രോപിക്കിൻ്റെ പുതിയ സൈബർ സെക്യൂരിറ്റി ടൂൾ അനൗൺസ്മെൻറ്റിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് റിയാക്ഷൻ നമ്മൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം നമ്മൾ മറ്റ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിഫൻസ് പർച്ചേസ് ഡിസിഷൻസൊക്കെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ്. ഭാരത് ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, ഇത്തരത്തിലുള്ള കമ്പനികൾക്കൊക്കെ നൽകുന്നത്. അതോടൊപ്പം തന്നെ ഡിഫൻസ് റിലേറ്റഡ് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസസ് രംഗത്തുള്ള പല കമ്പനികളെ സംബന്ധിച്ചും പല ഡിസിഷൻസും പോസിറ്റീവാണ്. അവലൻ ടെക്നോളജിയാണ് ഇത്തരത്തിലുള്ളൊരു കമ്പനി, പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിൽ നിന്നൊക്കെ ഈ കമ്പനിയിലും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് പ്രൈസൊക്കെ ഒരു പക്ഷേ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മൾ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ IPO മാർക്കറ്റ് കഴിഞ്ഞ് 2-3 ആഴ്ചകളായിട്ട് സ്ലഗ്ഗിഷ് ആയിരുന്നു. ഈ ആഴ്ച മുതൽ വീണ്ടും IPO മാർക്കറ്റും ചൂട് പിടിക്കുകയാണ്. 4 മെയിൻ ബോർഡ് IPOസും അതുപോലെ തന്നെ 5 SME IPOs ആണ് പുതുതായിട്ട് ഈ ആഴ്ച ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഒരു മെയിൻ ബോർഡ് IPO നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 24 അവസാനിച്ച് 26 അവസാനിക്കും. ഫെബ്രുവരി 24 ആരംഭിച്ച് 26 അവസാനിക്കുന്ന PNGS റേവ ഡയമണ്ട് ലിമിറ്റഡ് ആണ്. PN ഗാഡ്ഗിൽ ജുവലേഴ്സിൻ്റെ ഡയമണ്ട് ഡിവിഷനാണ്. തീർച്ചയായിട്ടും പോസിറ്റീവ് ഇമ്പാക്റ്റ്, അതുപോലെ തന്നെ ലിസ്റ്റിംഗ് ഗെയിൻ തന്നെയാണ് ഈ ജുവലറി കമ്പനികളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ ബോർഡ് IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ആവുന്ന ഒരു IPO ആണ് PNGS റേവ ഡയമണ്ട് ലിമിറ്റഡ്. അതോടൊപ്പം BSE SMEയിൽ നാളെ ആരംഭിക്കുന്ന, ഫെബ്രുവരി 23 ആരംഭിച്ച് 25 അവസാനിക്കുന്ന ഒരു IPO ഉണ്ട്. അക്കോഡ് ട്രാൻസ്ഫോർമേഴ്സ് ആൻഡ് സ്വിച്ച് ഗിയേഴ്സ് ലിമിറ്റഡ്. നല്ലൊരു IPO ആണ്. 46 അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. മിനിമം ലോട്ട് വരുന്നത് 2 ലോട്ടാണ്. അതായത് 6000 ഷെയർ ആണ് റീറ്റെയിലേഴ്സ് അപ്ലൈ ചെയ്യേണ്ടത്. അഡീഷണൽ ആയിട്ട് 3000 ഷെയർ വെച്ച് ഓരോ ലോട്ട് കൂട്ടിക്കൊണ്ടിരിക്കാം. ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ നല്ല ലിസ്റ്റിംഗ് കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. ഇതിൻ്റെ ബുക്ക് വാല്യൂ, പ്രൈസ് ഏർണിംഗ് റേഷ്യോ, അതോടൊപ്പം തന്നെ ആഫ്റ്റർ IPO ഇക്വിറ്റി ക്യാപിറ്റൽ വരുന്നത് 20.57 കോടിയാണ്. അപ്പോൾ BSE SMEയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന നല്ലൊരു IPO ആണ് അക്കോഡ് ട്രാൻസ്ഫോർമേഴ്സ് ആൻഡ് സ്വിച്ച് ഗിയേഴ്സ് ലിമിറ്റഡ്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. ട്രംപ് വീണ്ടും അദ്ദേഹം അനൗൺസ് ചെയ്തിരുന്ന 10% താരിഫ് സെക്ഷൻ 122/1974 ട്രേഡ് ആക്ട് പ്രകാരം അദ്ദേഹം സുപ്രീം കോടതി വിധിക്ക് ശേഷം 10% ഗ്ലോബൽ താരിഫ് അനൗൺസ് ചെയ്തിരുന്നു. അത് അദ്ദേഹം 15% ഉയർത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകൾ വീണ്ടും ഒക്കെ വന്നേക്കാം. ഒന്നും അത്ഭുതപ്പെടാനില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ആക്ഷൻസൊക്കെ ഇത്തരത്തിലുള്ള ആക്ഷൻസ് തന്നെയാണ് അദ്ദേഹത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കണം. കാരണം അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ ഡിസിഷൻസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി വിധി എങ്ങനെയെങ്കിലും ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല മെഷേഴ്സൊക്കെ എടുക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ രീതിയിലുള്ള ഹാർഷ് മെഷേഴ്സ് ഒന്നും തന്നെ അദ്ദേഹം എടുക്കാൻ സാധ്യതയില്ല. കാരണം ഇപ്പോൾ തന്നെ അനൗൺസ് ചെയ്തിട്ടുള്ള സെക്ഷൻ 122 പ്രകാരമുള്ള 15% താരിഫ് 150 ദിവസം മാത്രമാണ് അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിനുശേഷം കോൺഗ്രസിൻ്റെ അനുമതി വേണം. US കോൺഗ്രസിൻ്റെ നവംബർ 3-നാണ് മിഡ് ടേം ഇലക്ഷൻ വരുന്നത് അമേരിക്കയിൽ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ട്രംപിൻ്റെ പാർട്ടി തോറ്റ് തുന്നം പാടുമെന്ന തരത്തിലുള്ള ഒപ്പീനിയൻ പോളുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സുപ്രീം കോടതി വിധിനെ ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗേസ് ആയിട്ട് എടുത്തുകൊണ്ട് അദ്ദേഹം ഒരുപക്ഷെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പല ഡിസിഷൻസൊക്കെ അടുത്ത ദിവസങ്ങളിലൊക്കെ കണ്ടേക്കാം. എന്നിരുന്നാലും അദ്ദേഹം ആയ കാരണം, ട്രംപ് ആയ കാരണം നമുക്ക് അദ്ദേഹം എന്താണ് ആക്ട് ചെയ്യാൻ പോകുന്നുള്ള കാര്യം കാത്തിരുന്ന് തന്നെ കാണണം. തീർച്ചയായിട്ടും വീണ്ടും അദ്ദേഹം പല അനൗൺസ്മെൻറ്റുകളൊക്കെ നടത്താനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിലുള്ള സാധ്യതകൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം മാർക്കറ്റിൽ ആക്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഒപ്പം നമ്മൾ കമ്പ്യൂട്ടർ റിലേറ്റഡ്, സോഫ്റ്റ്വെയർ റിലേറ്റഡ് രംഗത്തുനിന്ന് വന്നിട്ടുള്ള മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ ഇമ്പാക്റ്റ് തന്നെയാണ് നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് സ്റ്റോക്കുകളിലൊക്കെ കാണാൻ പോകുന്നത്. ആന്ത്രോപിക് AI, കോവർക്ക് ടൂള്, അതോടൊപ്പം തന്നെ അതിൻ്റെ ഒപ്പം തന്നെ സൈബർ സെക്യൂരിറ്റി ടൂളും കൂടി ആഡ് ചെയ്തിരിക്കുന്നത് സൈബർ സെക്യൂരിറ്റി സ്റ്റോക്കുകളെ, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ആസ് സർവീസ് ആയി എടുത്തിട്ടുള്ള സോഫ്റ്റ്വെയർ ടെക്നോളജി കമ്പനികളെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ വീണ്ടും നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. ഒരുപക്ഷെ വൻകിട കമ്പനികളായ ഇൻഫോസിസ്, TCS, വിപ്രോ, HCL ടെക്കൊക്കെ ഒരുപക്ഷെ AI ടൂളുകൾ ഉണ്ടാക്കുന്ന ആന്ത്രോപിക്, OpenAI ആയിട്ടൊക്കെ അലയൻസി കൂടെയൊക്കെ പിടിച്ചു നിന്നേക്കാം. പക്ഷേ ഇവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ധാരാളം ജോബ് ലോസസും ബിസിനസ് ലോസസും ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇൻഡസ്ട്രിയൽ സോഫ്റ്റ്വെയർ രംഗത്തായാലും മറ്റ് സോഫ്റ്റ്വെയർ റിലേറ്റഡ് രംഗത്തായാലും AI ടൂളുകൾ സ്വയം കോഡിംഗ് നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഡിസ്റപ്ഷൻ വലുതായിരിക്കും. അതേസമയം ഈ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഏജൻറ്റിക് AI ടൂളുകളൊക്കെ ഉണ്ടാക്കുന്ന AI സർവീസസ് നൽകുന്ന കമ്പനികളെ സംബന്ധിച്ച് പ്രോഫിറ്റബിലിറ്റി കൂടാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം ഇത്തരത്തിലുള്ള ഏജൻറ്റിക് AI ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ബിസിനസ്സിൽ വലിയ രീതിയിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഹൈടെക് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് AI രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സെലക്റ്റീവായിട്ട് വേണം നമ്മൾ സോഫ്റ്റ്വെയർ ടെക്നോളജി രംഗത്തുള്ള സ്റ്റോക്കുകളെ നോക്കിക്കാണാനായിട്ട്. ഹാർഡ്വെയർ റിലേറ്റഡ് സ്റ്റോക്കുകളായിരിക്കാം ഒരുപക്ഷെ കൂടുതൽ ബെനിഫിറ്റ്സ് നൽകാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഫ്ലാഷ് മെമ്മറി ഉണ്ടാക്കുന്ന കമ്പനികൾ, റാൻഡം ആക്സസ് മെമ്മറി ഉണ്ടാക്കുന്ന കമ്പനികൾ, ഹാർഡ് ഡിസ്ക് ഡ്രൈവുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ, ഈ കമ്പനികളൊക്കെ തന്നെയാണ് അടുത്ത മാസങ്ങളിലും അടുത്ത വർഷങ്ങളിലൊക്കെ ഒരുപക്ഷെ വലിയ രീതിയിൽ മുന്നേറാൻ പോകുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം വളരെ കുറവ് കമ്പനികളേ ഉള്ളൂ ഇത്തരത്തിലുള്ള ഘടകങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികൾ. ഒപ്പം ഇവരുടെയൊക്കെ കപ്പാസിറ്റി ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റിൽ ലാപ്ടോപ്പുകളും സെർവേഴ്സും കമ്പ്യൂട്ടറുകളിലൊക്കെ ദിനം പ്രതി വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഹാർഡ്വെയർ റിലേറ്റഡ് കമ്പനികൾ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ തങ്ങളുടെ കയ്യിലിരിക്കുന്ന സോഫ്റ്റ്വെയർ ആസ് സർവീസായിട്ട് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ ടെക്നോളജി കമ്പനികളുടെ സ്റ്റോക്കുകളിൽ നിന്ന് കുറേയൊക്കെ സ്വിച്ച് ഓവർ ചെയ്ത് ഇത്തരത്തിലുള്ള ഹാർഡ്വെയർ സ്റ്റോക്കുകളിലേക്ക് മാറുന്നതെന്നായിരിക്കും. അതോടൊപ്പം തന്നെ ഹൈടെക് എഞ്ചിനീയറിംഗ് രംഗത്തുള്ള സ്റ്റോക്കുകളിലേക്ക് മാറുന്നതെന്നായിരിക്കും. ഡിഫൻസ് രംഗത്ത് വലിയ രീതിയിലുള്ള പർച്ചേസൊക്കെയാണ് ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള സ്റ്റോക്കുകളിലേക്കൊക്കെ മാറുന്നതെന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു സജഷൻ. ഇനി നമ്മൾ നമ്മുടെ ഇന്ത്യയിലത്തെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഡെവലപ്പ് രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ 1963 ഓഗസ്റ്റിലാണ് നമ്മൾ ആദ്യമായിട്ടൊരു കമ്പ്യൂട്ടർ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തത്. IBM 1620 എന്ന് പറയുന്ന സീരീസാണ്. IBM ഈ കമ്പ്യൂട്ടർ ഇൻട്രൊഡ്യൂസ് 1959 അതിനുശേഷം 1963 ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് കാൺപൂരിലേക്ക് എത്തിച്ചത്. IIT കാൺപൂരിലേക്കാണ് ഈ കമ്പ്യൂട്ടർ കൊണ്ടുപോയിട്ടുള്ളത്. IIT കാൺപൂരാണ് ആദ്യമായിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കോളേജ് ഇന്ത്യയിലത്തെ. പ്രൊഫസർ V. രാജാറാം എന്ന് പറയുന്ന ഒരു ബുദ്ധിമാനാണ് ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. കഴിഞ്ഞ നവംബറിൽ അദ്ദേഹം നമ്മെ വിട്ടുപോയി. എന്നിരുന്നാലും ഇന്ത്യനെ സംബന്ധിച്ച് 1963 ഓഗസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായിട്ട് നമ്മളൊരു കമ്പ്യൂട്ടർ ഇന്ത്യയിൽ
ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. ഇത് എയർപോർട്ടിൽ നിന്ന് കാൺപൂരിലേക്ക് കൊണ്ടുപോയത് ഒരു കാളവണ്ടിയിലാണ്. ഇതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം. കാരണം ഒരു മോഡേൺ എക്യുപ്മെൻറ്റ്, ഒരു ഓൾഡ് മോഡൽ വെഹിക്കിളിലാണ് കാൺപൂരിലെ കോളേജിലേക്ക് IIT കൊണ്ടുപോയത്. അതോടൊപ്പം തന്നെ IIT ഈ കമ്പ്യൂട്ടർ സ്ഥാപിക്കുന്ന റൂമിൻ്റെ വാതിലൊക്കെ പൊളിക്കേണ്ടി വന്നു. കാരണം വെച്ചാൽ വീതി കൂടുതലായിരുന്നു കമ്പ്യൂട്ടറിന്. അതിനുശേഷം നമ്മുടെ ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റുകൾ, ഒപ്പം Y2K പ്രോബ്ലം, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ യശസ് നേടിത്തന്നത് Y2K പ്രോബ്ലമാണ്. കാരണം 1960 70 80 കോടി നടത്തിയ സമയങ്ങളിലൊക്കെ 1960 2 ഡിജിറ്റ് മാത്രമാണ് എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ആദ്യത്തെ 2 ഡിജിറ്റ് മാറ്റി അവസാനത്തെ 2 ഡിജിറ്റുകളാണ് കോഡിങ്ങിലൊക്കെ യൂസ് ചെയ്തിരുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം 1 കിലോബൈറ്റിനൊക്കെ വലിയ കോസ്റ്റായിരുന്നു അന്ന്, മെമ്മറി കോസ്റ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇത് സേവ് ചെയ്യാൻ വേണ്ടിയാണ്, അതായത് സ്റ്റോറേജ് സേവ് ചെയ്യാൻ വേണ്ടി അങ്ങനെയാണ് നടത്തിയിരുന്നത്. പക്ഷേ അവസാനത്തെ 2 അക്ഷരം 00 വരുന്ന അവസരങ്ങളിൽ കമ്പ്യൂട്ടറിന് ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ 2000 വന്നപ്പോൾ Y2K പ്രോബ്ലം വന്നു. ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നതായി പിന്നീടുള്ള ചിന്തകൾ മുഴുവൻ. എല്ലാ രാജ്യങ്ങളിലും എല്ലാ സോഫ്റ്റ്വെയർ റിലേറ്റഡ് കമ്പനികളും ഇത്തരത്തിലുള്ള സൊല്യൂഷൻസിന് വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യനെ സംബന്ധിച്ച് 1999 ഡിസംബർ 31 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ തന്നെയാണ്. കാരണം അല്ലെങ്കിൽ 2000 ജനുവരി 1 തീയതി പിറക്കുമ്പോൾ ഇന്ത്യയിലെ കമ്പനികൾ, സോഫ്റ്റ്വെയർ കമ്പനികളെല്ലാം തന്നെ വളരെ സക്സസ്ഫുള്ളായിട്ട് Y2K പ്രോബ്ലം സോൾവ് ചെയ്തിരുന്നു. ഇതിന് ശേഷമാണ് നമ്മുടെ സോഫ്റ്റ്വെയർ കമ്പനികൾ ലോകത്തിലെ ഡാർലിങ്സ് ആയിട്ട് മാറിയിട്ടുള്ളത്. ഇന്ന് അറൗണ്ട് 300 ബില്യൺ 350 ബില്യൺ സൈസാണ്. പക്ഷേ നമ്മുടെ ആന്ത്രോപിക് കോവർക്ക് ടൂൾ ഇതിനൊക്കെ ഒരു ഡിസ്റപ്ഷൻ വരുത്തിയിരിക്കുകയാണ്. സോഫ്റ്റ്വെയർ രംഗത്ത് ഇനി കമ്പ്യൂട്ടറുകൾ AI തന്നെ കോഡിംഗ് ജനറേറ്റ് ചെയ്യും എന്നുള്ളത് വളരെയധികം നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് നൽകാൻ പോകുന്നത്. അതിൻ്റെ ഡിസ്റപ്ഷൻ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കണ്ടിരുന്നു. ലോങ് റണ്ണിൽ ഈ ഡിസ്റപ്ഷൻ വലുതാണ്. എന്നിരുന്നാലും ഈ പ്രോബ്ലം നമ്മൾ ഓവർകം ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. പക്ഷേ ഇപ്രാവശ്യത്തെ ഈ ഒരു ഇവൻ്റ് വളരെ ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ കമ്പനികൾക്ക്, പ്രത്യേകിച്ച് മീഡിയം അല്ലെങ്കിൽ സ്മോൾ സൈസ്ഡ് കമ്പനികൾക്ക് ഇതിനൊക്കെ ഓവർകം ചെയ്യാൻ സാധിക്കുന്നുള്ള കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വീണ്ടും പലതരത്തിലുള്ള ഡിസ്റപ്ഷൻസും ഈ രംഗത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതും കൂടിയാണ്. അപ്പോൾ അതിൻ്റേതായ ഇമ്പാക്റ്റുകളൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിലും എക്കണോമികളിലൊക്കെ ഉണ്ടായേക്കാം. സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോൾ വളരെയധികം കോഷൻ അപ്ലൈ ചെയ്യേണ്ടതാണ്. കാരണം AI ടൂളുകൾ, പ്രത്യേകിച്ച് AI ഏജൻറ്റുകൾ പല സെക്ടറുകളെയും ഡിസ്റപ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇനിയും അത്തരത്തിലുള്ള ഡിസ്റപ്ഷൻ ഉണ്ടായേക്കാം. AI റിലേറ്റഡ് ടൂളുകളെ തന്നെ ഡിസ്റപ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അത്തരത്തിലുള്ള ഡിസ്റപ്ഷൻ തന്നെയാണ് ക്ലോഡ് AIയുടെ ഒപ്പം തന്നെ ഒരു സൈബർ സെക്യൂരിറ്റി ടൂൾ വരുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്റപ്ഷൻസും അതുപോലെ തന്നെ അതിനുശേഷമുള്ള ഇന്നോവേഷൻസൊക്കെ നമുക്ക് അടുത്ത വർഷങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും ഇപ്പോഴത്തെ ചേഞ്ച് എന്ന് പറയുന്നത് വളരെയധികം ക്വിക്കായിട്ടുള്ളൊരു ചേഞ്ചാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തേക്കാളും വളരെ ഫാസ്റ്റായിട്ടാണ് ചേഞ്ചസ് വരുന്നത്. ജനറേറ്റീവ് AI, അതിനുശേഷം ഏജൻറ്റിക് AI, ഇനി ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസും കൂടി റിയാലിറ്റി ആവുകയാണെങ്കിൽ, അതായത് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ അതേ ബുദ്ധിയിലുള്ള മെഷീൻസ് അതേപോലെ ആക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ച് അത് വളരെ അധികം ത്രെട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതേസമയം വലിയ ഇന്നോവേഷൻസ് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവൻറ്റുകളൊക്കെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം മാർക്കറ്റിൽ മൂവ് ചെയ്യുക. അതോടൊപ്പം തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വലിയ രീതിയിൽ ഫ്ലെയർ അപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇറാനും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളായി ഒരു യുദ്ധത്തിൻ്റെ വക്കിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ വീണ്ടും ക്രൂഡ് ഓയിൽ പ്രൈസിലൊക്കെ മുന്നേറ്റം കണ്ടേക്കാം. ക്രൂഡ് ഓയിൽ പ്രൈസ് വലിയ രീതിയിൽ മുന്നേറുകയാണെങ്കിൽ അത് ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇറാൻ US ഇഷ്യൂയും കൂടി ക്ലോസ്ലി വാച്ച് ചെയ്യേണ്ടത് ആവശ്യമാണ്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വാച്ച് ചെയ്യേണ്ട ആവശ്യമാണ്. ഒപ്പം ഗോൾഡ്, സിൽവറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ 2 കമ്മോഡിറ്റികളും വീണ്ടും മുന്നേറിയേക്കാം. ഗോൾഡിൻ്റെ കാര്യത്തിൽ പൊതുവെ ഒരു കൺസോൾട്ടേഷനും ഒരു സ്ലോ മൂവാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതേസമയം സിൽവറിൻ്റെ കാര്യത്തിൽ നല്ല വൊളാറ്റിലിറ്റി ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ആഴ്ചയിലത്തെ
വീക്കിലി പോഡ്കാസ്റ്റിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഇൻഫർമേഷൻസ്. അപ്പോൾ ഈ ആഴ്ച നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബെറ്റർ ഓപ്പണിങ്ങും ബെറ്റർ സെൻറ്റിമെൻ്റ് ആണ്. ഇനി ട്രംപ് വീണ്ടും വലിയ രീതിയിലുള്ള ത്രട്ടനിങ് മെഷേഴ്സൊക്കെ അനൗൺസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. എന്നിരുന്നാലും US സുപ്രീം കോർട്ടിൻ്റെ വെർഡിക്റ്റ് വളരെ ഫേവറബിളാണ് ഇന്ത്യനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പല സെക്ടേഴ്സിനെ സംബന്ധിച്ച് ഓവറോൾ എല്ലാ സെക്ടേഴ്സിനും പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ സെക്ടർ, അതുപോലെ തന്നെ ജുവല്ലറി സെഗ്മെൻറ്റ്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് എക്സ്പോർട്ടിംഗ് രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് എല്ലാ സെക്ടറിനും പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ബയാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള എക്സ്പെക്റ്റേഷനിൽ മുന്നോട്ട് നീങ്ങാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.